ഷെയർ ചെയ്ത വീട്ടിൽ വന്നടിക്കും. വാസുദേവ മയിരെ, നിനക്ക് നിന്റെ സാമാനം പൊക്കാനുള്ള ശേഷി പോലും നിനക്കില്ല കേട്ടോ. നീ എന്തോ വലിക്കാനാ വീട്ടിൽ വന്ന് അടിക്കുന്നത്? നീ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിന്നെ ഇപ്പോൾ ഞാൻ എടുത്ത് കളയാം. കൂടുതൽ നീ അഹങ്കാരം ഇവിടെ വന്ന് കാണിക്കരുത്. എൻ്റെ ജോലിക്ക് തടസ്സം ഉണ്ടാക്കരുത്. നിന്നെ ഞാൻ എടുത്ത് കളയും. നീ എനിക്കാണ്ട് ഇങ്ങനെ നിന്റെ പുഞ്ഞാണി നോക്കാട്ട് ഇങ്ങനെ ഒട്ട് തന്നാൽ നീ പിന്നെ ഇല്ല. മനസ്സിലായല്ലോ? കൂടുതൽ അഹങ്കാരം എടുക്കില്ല ഇവിടെ വന്ന്. അവനൊരു വക ചെയ്യാനും വയ്യ, അവൻ ആർക്കും ദാനധർമ്മം ചെയ്യാനും വയ്യ. പിന്നെ കുറേ ഷെയർ ചെയ്താൽ വീട്ടിൽ വന്നടിക്കുന്നു. നീ എന്തോ മൈറ്റുണ്ടാക്കാനാണ് വീട്ടിൽ വന്നടിക്കുന്നത്? ഇത് ഞങ്ങൾ ജോലി ചെയ്യുക, ഞങ്ങളെല്ലാം മാനേജർമാരാ, ഞങ്ങളൊക്കെ പിന്നെ ബാങ്കിലെ മാനേജർമാരാ. നിനക്കൊരു മാനേജരെങ്കിലും ആകാനുള്ള കഴിവുണ്ടോടാ നാറി? അതുപോലും ഇല്ല. ഇറങ്ങി പൊക്കോ കഴിവില്ലാത്ത നാറി. ജോലിയും ചെയ്യത്തില്ല. ബാങ്കിലൊരു മാനേജരെങ്കിലും ആവടാ നീ. ഒരു ബാങ്കെങ്കിലും ഉണ്ടാക്ക്. ഞങ്ങൾക്കൊക്കെ ബാങ്കുണ്ട്. രാജിക്ക് ബാങ്കുണ്ട്, സന്ദീപയ്ക്ക് ബാങ്കുണ്ട്, അനൂപ് രാജിന് ബാങ്കുണ്ട്, സുമിതയ്ക്ക് ബാങ്കുണ്ട്. ഓരോന്നിനും പേരുമുണ്ട്. എനിക്ക് ദിവ്യ ബാങ്ക്, ഇന്റർനാഷണൽ ബെസ്റ്റ് ബാങ്കുണ്ട്. നിനക്കെന്ത് കോപ്പുണ്ട്? ഒരു കുഞ്ഞു കുടുക്കെങ്കിലും ഉണ്ടാക്കി വെക്കാൻ നോക്ക്. ആ കുടുക്കകത്തിൽ നീ നിന്റെ തന്നെ ചേച്ചിയെ ക്ഷമിക്കുക. ചിരിക്കുന്നു. ഇനി മേലാലിനി ഇത്തരത്തിലുള്ള വർത്തമാനം ഇനി വന്ന് പറയരുത്. ജോലി ചെയ്ത് ആരെങ്കിലും 10 പൈസ ഉണ്ടാക്കുവാണെങ്കിൽ അത് നല്ല കാര്യമാണെന്ന് മനസ്സിലാക്കടാ തേണ്ടി. നാളെ ഒരു കാലത്ത് നിനക്ക് എന്നോടെങ്കിലും വന്ന് ഇങ്ങനെ കൈ നീട്ടാം. മനസ്സിലായോ?